മൈ മാത്രമാക്കി ത്രീയങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കേരള പോലീസിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആഭ്യന്തരമന്ത്രി തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. സ്റ്റേഷനിൽ വന്ന് കയറുന്ന സാധാരണക്കാരനോട് എണീറ്റ് നിന്ന് ചിരിച്ചുകൊണ്ട് നമസ്കാരം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, സല്യൂട്ട് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവന്റെ കുടുക്ക പൊട്ടിക്കാതിരുന്നാൽ മതി. 23-കാരനായ പയ്യന്റെ ജനനേന്ദ്രിയം അടിച്ചു തകർത്തിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. വളരെ മൃഗീയമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനെ ചൊല്ലി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയുമില്ല. അതുമാത്രമല്ല, പരാതി കൊടുക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നുള്ള ഒരു ഭീഷണിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഇതൊന്നും പോലീസിന്റെ ഗുണ്ടായുസമാണെന്നൊന്നും പറഞ്ഞ് ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊന്നുമല്ല. കൃത്യമായിട്ട് അന്വേഷിച്ച് ഇത് ചെയ്ത പോലീസുകാരനെതിരെയും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കെതിരെയും ആ പോലീസ് സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്ന മേലുദ്യോഗസ്ഥനെതിരെയും തക്കതായ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്. ഇതൊരു സംഭവം മാത്രമല്ല, മറ്റൊരു സ്ഥലത്തുനിന്ന് വേറെയും വാർത്ത വരുന്നുണ്ട്. വഴി തർക്കത്തിന്റെ പേരില് അച്ഛനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ഒപ്പം ചെന്ന മകൻ ചോദ്യം ചെയ്തതിന്റെ പേരില് അയാളെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ക്യാമറ ഇല്ലാത്ത ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി അയാളെ പരിക്കേൽപ്പിക്കുക മാത്രമല്ല വളരെ മനോഹരമായിട്ട് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് പറയാനുള്ളത്, പോലീസിന് പോലീസ് എന്നുള്ളൊരു പേരുണ്ടല്ലോ, പോലീസ് സ്റ്റേഷന് പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു പേരുണ്ട്. അതായത് സ്ഥലപ്പേര് കൂട്ടി വിളിച്ചാൽ പോലും ഇനി ഒരു മൈ പോലീസ് സ്റ്റേഷനും കൂടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടാത്ത പ്രഷറും കൊടുത്ത് അവസാനം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്ന സാധാരണക്കാരന്റെ നെഞ്ചത്തോട്ടായിരിക്കും ഇവരൊക്കെ തീർക്കുന്നത്. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, മൈ പോലീസ് സ്റ്റേഷനൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ കുറഞ്ഞ പക്ഷം ആരൊക്കെ ഇത് പാലിക്കുന്നുണ്ട് എന്ന് കൂടി മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നപരിഹാരത്തിനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന സാധാരണക്കാരായിരിക്കും ഇതിന്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോ ഫ്യൂച്ചറിൽ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തന്നെ ഭയപ്പെടും. കാരണം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ വാദി പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല.